ഹായ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മനസ്സിലായല്ലോ, ഇടിച്ചക്ക. ഇടിച്ചക്കയുടെ പകുതിയാണ്. ഇതൊരു തോരൻ വെക്കാം. ഇതിൻ്റെ ബാക്കി വേറൊരു കറി വെച്ചിട്ടുണ്ട്, അത് വേറൊരു വീഡിയോ ഇടാം. അപ്പം ആദ്യം ഇതിൻ്റെ തൊണ്ട് ചെത്തിക്കളയാം. തൊണ്ട് ചെത്തുന്ന സമയത്ത് ആരും സ്കിപ്പ് ചെയ്തൊന്നും പോകരുതേ, വീഡിയോ ഫുള്ള് കാണണേ. ഇടിച്ചക്കയൊക്കെ എല്ലായിടത്തും ചക്കയൊക്കെ ഉണ്ടാകാൻ തുടങ്ങിയോ? ഇടിച്ചക്കയൊക്കെ കറി വെച്ചോ ആരെങ്കിലും? ഇവിടെ ചില പ്ലാവിലൊക്കെ ചക്ക വിളഞ്ഞു. ഒരു പ്രാവശ്യം ചക്ക പുഴുങ്ങാൻ കിട്ടി. ഈ ബഡ് പ്ലാവിലൊക്കെ ചക്ക ആയിട്ടുണ്ട്. പിന്നെ ചെറിയ പ്ലാവില്ല, 6 മാസത്തിൽ കായ്ക്കുന്ന, അതിനകത്ത് ആയുർജാക്കോ, അതിനകത്തൊക്കെ ചക്ക ഇപ്പോൾ ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഇടിച്ചക്ക ഞാനൊന്ന് തൊണ്ട് കളഞ്ഞ് കഷ്ണമാക്കി എടുക്കട്ടെ. ഇതിനെ നല്ല അരക്കുണ്ട് കേട്ടോ. ഇതൊരു മുറത്തിനകത്തൊരു പേപ്പറോ വല്ലതും ഇട്ടിട്ടൊക്കെ വേണം ചെയ്യാൻ. ഞാൻ സ്റ്റീൽ പാത്രത്തിലെടുത്തിട്ട് പാത്രത്തിനകത്ത് മുഴുവൻ അരക്കായി. പിന്നെ അരക്ക് കളയാൻ കുറേ വിഷമിക്കേണ്ടി വന്നു. എണ്ണയൊക്കെ തൂത്ത് കുറേ സമയം എടുത്തു പോകാൻ. അതുകൊണ്ട് സ്റ്റീൽ പാത്രത്തിനകത്തൊന്നും ആരും എടുക്കണ്ട, മുറത്തിനകത്ത് പേപ്പർ ഇട്ടൊക്കെ ചെയ്താൽ മതിയേ. അപ്പോൾ ഇത് പെട്ടെന്ന് തൊലിയും കളഞ്ഞ് കഷ്ണമാക്കി എടുക്കാം. അപ്പം വീഡിയോ മുഴുവൻ കാണണം. ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ആദ്യം കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം നമ്മളിതെല്ലാം കഷ്ണമാക്കി എടുത്തിട്ടുണ്ട്. നോക്കി, പറഞ്ഞില്ലേ പാത്രത്തെ മുഴുവൻ അരക്കാവുന്നു. പാത്രത്തെ മുഴുവൻ അരക്കായി. ഇനി അത് എണ്ണ തേച്ച് വൃത്തിയാക്കി എടുക്കണം. ഇനി നമുക്കിതൊന്ന് കഴുകിയിട്ട് ഒന്ന് ആവിയേറ്റിയെടുക്കാം. ഞാൻ കുക്കറി വെച്ചാൽ ചെയ്യുന്നു. കുക്കറി വെക്കണമെന്നില്ല. കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു ചെരുവത്തി വെച്ച് ഒന്ന് തിളച്ച് ആവി വന്ന് കഴിയുമ്പോൾ ഓഫ് ചെയ്തെടുത്താൽ ഒന്ന് വാടി വന്നാൽ മതി, വെന്ത് പോകരുതേ. അപ്പോൾ ഇത് കുക്കറിൽ വെച്ചുകൊണ്ട് ചെറുതായിട്ടൊന്ന് വെന്തിട്ടുണ്ട്, മുഴുവൻ വെന്ത് പോയില്ല. ഇനി ഇത് നമുക്ക് ഒന്നുകിൽ അരകല്ലേ വെച്ച് നല്ലപോലെ ചതച്ചെടുക്കാം. അപ്പോൾ ഇതാണ് എളുപ്പമെന്ന് തോന്നുന്നു വീഡിയോയ്ക്കകത്ത് കാണിക്കാൻ. അപ്പോൾ ഞാനിങ്ങനെ ഇടികല്ലേ വെച്ചൊന്ന് ചതച്ചെടുക്കുക. അങ്ങനെ മുഴുവനും ഒന്ന് ചതച്ചെടുക്കട്ടെ. അങ്ങനെ മുഴുവനും ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെന്ത് പോകാതെ നോക്കണം, അത്രയേ ഉള്ളൂ പ്രശ്നം. ഇനി തോരന് ആവശ്യമായിട്ടുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. തേങ്ങ, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി, കുരുമുളക്, ചുമന്നുള്ളി, കാന്താരിമുളക്, ഇതെല്ലാം കൂടി ഒന്ന് ഒതുക്കിയെടുക്കാം. അതിനുശേഷം നമുക്ക് ചട്ടി അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടാകുമ്പോൾ ഞാൻ കടുകിട്ടില്ല, അരിയാണ് ഇട്ടത്. നമ്മൾ കുത്തരി ചോറ് വെക്കുന്ന അരി. ആ അരി ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് 1 ടേബിൾ സ്പൂൺ ഉഴുന്ന്, ഇത് രണ്ടും ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് വറ്റൽമുളക്, ഇതെല്ലാം ഒരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇടിച്ചക്ക ഇടാം. ഇനി നമുക്ക് ഇതിലേക്ക് അരപ്പ് ചേർക്കാം. നമ്മളാദ്യം തേങ്ങ എല്ലാം കൂടി ഒതുക്കി വെച്ചിട്ടുണ്ടല്ലോ, ആ അരപ്പ് ഇതിനകത്തിട്ട് ചേർക്കാം. കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കുറച്ച് ഈ മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ചെറുതായിട്ടൊന്നുകൂടെ വേകാനുണ്ടല്ലോ, പകുതി വേവല്ലേ ആയിട്ടുള്ളൂ. ഒന്ന് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ഒഴിച്ച് നമുക്കിതൊന്ന് ഇളക്കി മൂടി വെക്കാം. ഒരു 10 മിനിറ്റൊക്കെ ചെറു തീയിലിരുന്ന് ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ കേട്ടോ. അഞ്ചാറ് മിനിറ്റ് നേരം ചെറുതീയിൽ മൂടി വെച്ച് വേവിച്ചതിന് ശേഷം തുറന്ന് ഇളക്കി. അപ്പം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ചെറിയ ഒരു വെള്ളമയമുണ്ട്, അതും കൂടി ഒന്ന് പറ്റിച്ചിരി നേരം കൂടി ഒന്ന് ഇളക്കി തോർത്തിയെടുക്കാം. അങ്ങനെ 2-3 മിനിറ്റും കൂടി ഇളക്കി
നമ്മുടെ ഇടിച്ചക്ക തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓഫ് ചെയ്യാം. സൂപ്പർ ടേസ്റ്റി തോരൻ റെഡി. അപ്പോൾ ഇടിച്ചക്ക കിട്ടുമ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുമല്ലേ? അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.